ഞാൻ ആദ്യം കാര്യം പറയാം. മിണ്ടൽ ഒരക്ഷരം പറയുന്നല്ല. ഒരു സ്കൂളിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ആദ്യം സഹകരിക്കുന്നത്. നിങ്ങൾ കാണാത്തത് നിങ്ങൾ കേൾക്കാത്ത സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ പരിചയം കൊണ്ട്. ഇന്നലത്തെ അസംബ്ലി എന്ന് പറയുന്നത് ആദ്യമായിട്ട് തുടങ്ങിയൊരു അസംബ്ലി. ആ അസംബ്ലിയിൽ മഴയ്ക്ക് മുന്നേ തന്നെ, മഴ തുടങ്ങിയപ്പോൾ തന്നെ പിള്ളേരെല്ലാം നമ്മൾ വിട്ടു. സ്കൂളിൽ ഒരു മഴ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ടീച്ചർമാരോട് അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പറയരുത്. നിനക്കൊരു മകനുള്ള പോലെ നിന്റെ കാറ്റ് നിന്റെ മകളോ അല്ലെങ്കിൽ നിന്റെ മകനെ കാറ്റ് സ്നേഹിക്കുന്നവരാണ് ഞാൻ. സദ്വേഷണം. അപ്പം ഇന്ന് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ വീഡിയോയാണ്. ആ സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളതിൻ്റെ ഒരു 4ാമത്തെ വീഡിയോ. അപ്പോൾ അതിൽ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൻ ഒരു 2016 കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ 17 വയസ്സുണ്ട്. അപ്പോൾ 10 വയസ്സ് കുറവ്, ഒരു 7 വയസ്സുണ്ട്. അപ്പോൾ അവിടുത്തെ ശാന്തിയുടെ സ്കൂളിൽ പഠിക്കണേ. അപ്പോൾ ശാന്തിയുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇവനൊരു 10 വയസ്സ് വരെ ഇവൻ്റെ ചെറിയ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ മഴ അധികം കൊള്ളരുത്, വെയിലധികം കൊള്ളരുത്, അങ്ങനെ കുറേ ഭക്ഷണകാര്യത്തിൽ പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, മോനെ മഴയത്തോ വെയിലത്തോ നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരു സമയത്ത് അതിനെ മറികടന്നുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ, എൻ്റെ മോൻ്റെ മാത്രമല്ല, അതിൽ ആരോഗ്യമുള്ളതും ഇല്ലാത്തതുമായ കുട്ടികളുണ്ടാകാം. അപ്പോൾ ഇവർ മഴ ഉണ്ടെന്ന് അറിഞ്ഞ് തന്നെ അസംബ്ലി സ്കൂളിന് വെളിയിൽ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ പുറകിലായിട്ട്. സ്കൂളിന് ശാന്തിരാശ്രമത്തിൻ്റെ സ്കൂൾ ഗ്രൗണ്ട് അറിയാവുന്നവർക്കറിയാം. പഴയ വിദ്യാഭവൻ സ്കൂളിൻ്റെ താഴെയായിട്ട്, അതായത് ഒരു കുഴിയാണത്. ആ കുഴിയിൽ കുട്ടികൾക്ക് അസംബ്ലി വെച്ചു. അപ്പോൾ ആ അസംബ്ലി വെച്ചത് ഞാൻ അന്നും പറഞ്ഞ് മഴയത്ത് കുട്ടീനെ കൊണ്ടുപോകരുത്, പനിയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ അത് വകവെക്കാതെ ഈ സാറുമാരായാലും കൊള്ളാം, അവിടുത്തെ ഇൻചാർജ് പ്രിൻസിപ്പളായ അവിടുത്തെ പ്രണവശുദ്ധൻ എന്ന് പറഞ്ഞ ഒരു സ്വാമിയായിരുന്നു അദ്ദേഹം. മഞ്ഞവേഷധാരി സ്വാമി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കാരണം അത്രക്ക് നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നമുക്ക് സന്യാസി എന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഞാൻ ഇവരോട് ഇന്ന് ചോദിച്ചപ്പോൾ, പിന്നെ സ്കൂളിൻ്റെ ഓഫീസിൽ ഇത് കഴിഞ്ഞ് കൊച്ചിന് പനിയായപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തിനു പിന്നെ കൊച്ചിന് മഴ നനക്കാൻ കൊണ്ടുപോയി അത്രയും ദൂരെ അസംബ്ലി വെച്ചത്? കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഇവർ ഒരുപാട് ദൂരം, കാരണം മഴ പെയ്താൽ പോലും കുട്ടികൾക്ക് ഓടിക്കയറി നിൽക്കാനുള്ള ഒരു ഇടയില്ലാത്തതാണ് കൊണ്ടുപോയത്. അതാണ് പ്രശ്നം. അല്ലാതെ അസംബ്ലി നടത്തിയതിനോ മറ്റൊന്നോ അല്ലാതെ, വേറെ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടുമല്ല. അപ്പോൾ ഗ്രൗണ്ട് വേറെ നിലനിൽക്കേ വളരെ ദൂരെ കൊണ്ടുപോയി അത് ചെയ്തപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തെന്ന് വെച്ചാൽ ഓഫീസിൽ ചെന്നിട്ട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അമൃതാഞ്ജലിയുടെ അമ്മാവൻ്റെ മകൻ ഭയങ്കര സൂത്രധാരനാണ്. എൻ്റെ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഈ പറഞ്ഞ ബിജു സാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ കാമുകനുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുണ്ട്. പിന്നെ അമൃതാഞ്ജലിയുടെ അമ്മാവൻ്റെ മകനാണ്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് വിരോധമുണ്ട് വേറെ 1-2 വിഷയത്തിൽ. അതിലൊരു വിഷയമാണിത്. അപ്പോൾ ഞാൻ ആ ഓഫീസിൽ നിന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് വിനോദ് സാർ എന്ന് പറയുന്ന അദ്ദേഹമായിട്ടാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ ബിജു സാർ എന്ന് പറഞ്ഞ ആൾ പറയുന്നു, ഈ പ്രണവശുദ്ധ സ്വാമി പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അതിപ്പോൾ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് മഴ കൊള്ളിക്കുന്നത്, എനർജറ്റിക് ആകാൻ വേണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണേ. അദ്ദേഹത്തിൻ്റെ കുട്ടീനെ അങ്ങനെ മഴ കൊള്ളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റുള്ള താങ്കളുടെ കാര്യം എനിക്ക് അറിയണ്ട, എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യം എനിക്ക് നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് വിരോധം ഉണ്ടാകാൻ വേറെ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കും. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ സ്കൂളിൻ്റെ അവിടെ എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ മഴവെള്ളം ചോർന്നൊലിച്ചിട്ട് കുട്ടികളുടെ തലയിൽ വീഴുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ പറഞ്ഞ്, അതെന്താണ് അങ്ങനെ? നമ്മൾ ചോർച്ചയുണ്ടെങ്കിൽ നമ്മളത് അടക്കണം, അല്ലെങ്കിൽ കുട്ടികളെ വേറെ ക്ലാസ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പോൾ നമ്മുടേതല്ലാത്ത കുട്ടികൾ മഴ നനഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം ശരിയല്ലാത്തതുകൊണ്ട് ഞാനവിടെ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിൽ അങ്ങനെ ഒട്ടനവധി ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിഷയങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞാൽ ഞാൻ DGPക്ക് പരാതി കൊടുത്താണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായത്? അപ്പോൾ ആ പരാതി കൊടുത്ത് അവിടെ നിൽക്കട്ടെ, അങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബിജു സാറിനെ പലർക്കും അറിയില്ല. അദ്ദേഹത്തിന് ആരും ഇതുവരെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ സ്കൂളിൽ ചെന്നിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കാണിക്കാം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ, ഇവർ പറഞ്ഞതിന് പ്രകാരം
അതിൻ്റെ ഇൻചാർജായ പ്രണവശുദ്ധന എന്ന് പറയുന്ന സതീശനാണ് എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പഴയ പേര്. അത് തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം കുറച്ച് നല്ല വ്യക്തിയാണെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ ഈ എന്താ പറയുക, അധികാരം കിട്ടണമെങ്കിൽ ഈ അഴുക്ക് കൂട്ടങ്ങളുടെ കൂടെ കൂടിയാൽ മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ DGPയുടെ പരാതിയിൽ, ഞാൻ 18/6/2016 കൊടുത്തിരുന്ന പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുരത്നൻ, അമൃത എന്ന് പറയുന്നവരുടെ ഇവരുടെ കിങ്കരന്മാർക്കാണ് അവിടെ ഓരോ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ഇയാളും. അങ്ങനെ ഈ കിങ്കരന്മാരായി കൂടി ഒരു ഒട്ടനവധി പേരുണ്ട്. ഇപ്പം എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ജ്യോതിചന്ദ്രൻ പോലും ഒരു കിങ്കരനായിട്ട് മാറി. പിന്നെ അയാളുടെ അമ്മാവൻ, അയാളുടെ അമ്മയുടെ സഹോദരൻ എന്താ പറയുക, അയാളുടെ പേര് സ്നേഹാത്മജൻ എന്ന് വിളിക്കും. സ്നേഹം എന്തെന്ന് അറിയാൻ മേലാത്ത ഒരാളാണ് അയാൾ. എന്നുവെച്ചാൽ അയാളെ കുറിച്ച് ഒട്ടനവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, കുടുംബം കലയ്ക്കെന്നുള്ള രീതിയിൽ. പക്ഷേ അപ്പോൾ ഈ 2 പേര്, ഈ എന്താ പറയുക, പ്രണവശുദ്ധൻ, അദ്ദേഹത്തിനെ ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരെ പോക്സോ വരുമ്പോൾ ഇയാളായിരുന്നു ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ. കാരണം ഇയാളാണ് ചൈൽഡ് ലൈനിലൊക്കെ അറിയിച്ച് ഈ ടീച്ചറുടെ മൊഴി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ ടീച്ചറുടെ മൊഴി രണ്ടാമത്തെ എന്താ പറയുക ഭാഗം 2 ഞാൻ ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ ടീച്ചർ പറയുന്നത് വെച്ചാൽ, ടീച്ചർ ഈ പരാതി എഴുതി മേടിച്ചിട്ട്, കുട്ടിയുടെ നിന്ന് പരാതി എഴുതി മേടിച്ചിട്ട് ബാഗിൽ വെച്ചു. അതിനിടയ്ക്ക് ബിജു സാർ ഇടപെടുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ബാഗിൽ വെച്ചിട്ട് അവർ സ്വർണം പണയം വെക്കാനോ പണയത്തിൻ്റെ പൈസ അടക്കാനോ ബാങ്കിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ പോലീസ് വന്നാണ് പറയുന്നത്. ഈ പരാതി ആരും കണ്ടിട്ട് പോലും ഇല്ല, അതിന് മുമ്പ് പോലീസ് വന്നു. മനസ്സിലായി? അപ്പം അതിൻ്റെയൊക്കെ സൂത്രധാരന്മാരായ 2 വ്യക്തികളാണ്, ഒന്ന് ബിജു സാറ്, ഒന്ന് പ്രണവശുദ്ധൻ എന്ന് പറയുന്നത്. അമൃതാജിൻ്റെ ഗുരുമിത്രൻ, അയാൾ മരിച്ചുപോയി. കാരണം എന്നേലൊക്കെ ഇളയതായിരുന്നു, പക്ഷേ എന്താ ഭാഗ്യ കൂടുതലുകൊണ്ട് നേരത്തെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ പ്രണവശുദ്ധനായിട്ട് ഞാൻ സംസാരിക്കുന്നതും ഇവിടെ കാണിക്കാം, ആ വീഡിയോ കൂടി. വേറെയും വീഡിയോകളുണ്ട് പ്രണവശുദ്ധനായിട്ട് സംസാരിക്കുന്നതും. ഭയങ്കര, കാരണം വെച്ചാൽ നമ്മളോട് അത്രയ്ക്ക് അടുത്ത് ബന്ധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഇടപഴകിയിരുന്നൊരു വ്യക്തിയാണ് ഈ പ്രണവശുദ്ധൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് പോലും ഈ അമൃതാജിൻ്റെ ഗുരുരത്നൻ്റെ വാക്ക് കേട്ട് ആ കേസിന് വേണ്ടിയുള്ള ഗൂഢാലോചനയും അതിനുള്ള ആസൂത്രണം നടത്തി എന്നുള്ളതാണ്. മനസ്സിലായത്? എന്നുവെച്ചാൽ സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ കൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിനിട്ട് തന്നെ പണി കൊടുപ്പിക്കും. ഈ അമൃതാജിൻ്റെ ഈ ഗുരുരത്നായാലുമുള്ള അമൃതാജിനായാലുമുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് പറഞ്ഞതാണ്, അവർക്ക് എതിരായിട്ട് ആരെങ്കിലും നിന്നാൽ അവരുടെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ജനദ്രോഹ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാണിക്കുകയോ പറയുകയോ അതിനെതിരെ പരാതി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ അവർ കണ്ടെത്തും, ആ ആളെ കൊണ്ട് തന്നെ പണി പിടിപ്പിക്കും. അതിന് ഉദാഹരണമാണ് പൂർണ്ണസ്വാമി എന്ന് പറയുന്ന പാലക്കാടുള്ള ഗംഗാരം മാഷ്. അദ്ദേഹം ഇവരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചോദ്യം ചെയ്തപ്പോൾ അവരുടെ ഈ ഗംഗാരം മാഷ് എന്ന് പറയുന്ന പൂർണ്ണസ്വാമിയുടെ അനിയനെ കൊണ്ട് ഗോപാലകൃഷ്ണൻ സാറിനെ കൊണ്ട് തന്നെ തിരിച്ച് ആ കുടുംബത്തിൽ കലഹമുണ്ടാക്കി, സ്പ്ലിറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. മനസ്സിലായി? അങ്ങനെ പാലക്കാട് ഭയങ്കര അടിയായിരുന്നു. പാലക്കാട് ആശ്രമത്തിൽ ഇവിടെ നിന്നൊക്കെ ഇവർ കുറേ ഗുണ്ടകൾ അവിടെ ഇറക്കിയായിരുന്നു പൂർണ്ണസ്വാമീനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പം മിസ്റ്റർ M എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. മനസ്സിലായ? അപ്പം ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്ന് പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൽ നിന്നും കുറച്ച് പേരെ എന്ന് വെച്ചാൽ ഒരു കഴിവില്ലാത്ത, ഗുരുവിനെ വിറ്റ് ജീവിക്കുന്ന, അവരെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഗുരുവിനെ വിറ്റ് ജീവിക്കുന്ന അമൃതാജിനി ഗുരുരത്നൻ, അവരെ കൂടെ കൂടുന്നത് നമ്മുടെ എത്ര വലിയ ബന്ധുക്കളാണെങ്കിലും അവരും എന്താ ഗുരുനിന്ദകരും ഗുരുവിരുദ്ധരുമാണ്. മനസ്സിലായ? സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരെ നമുക്ക് ഒരിക്കലും ഗുരുവിൻ്റെ വിശ്വാസികളെന്നോ ഗുരുഭക്തരെന്നോ ഗുരുവിൻ്റെ ശിഷ്യരെന്നോ അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പം ഞാനത് എന്താ പറയുക, ബിജു സാറിനെയും ഈ പറയുന്ന പ്രണവശുദ്ധനെയും ഒന്ന് കാണിക്കാം. ഇവരാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരായിട്ട് ഉണ്ടായിരുന്നത്. ഈ പരാതി എന്താ പറയുക പോലീസിന് കൈമാറി എന്ന് വെച്ചാൽ ടീച്ചർ പോലും അറിയാതെ, എന്നാലോചിച്ച് നോക്കണം, ഒട്ടനവധി രേഖകൾ കയ്യിൽ നിൽക്കുകയാണ്. അപ്പം ടീച്ചർ പോലും അറിയാതെ ഇവർ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും മൃഗീയമായ ഒരു പോക്സോ കേസ് എടുത്ത് തലവെച്ച് തന്നു കഴിഞ്ഞാൽ സാമാന്യ എന്താ പറയുക നിലനിൽക്കാനായിട്ട് ഇത്തിരി പോലും ബന്ധങ്ങളോ ഇത്തിരി പോലും മനോധൈര്യമോ ഒരു കഴിവോ ഒന്നുമില്ലെങ്കിൽ
ഒന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അവൻ പിന്നെ നാട് വിട്ട് കളയും. അങ്ങനെ പലതുമാണ് അവർ പ്രതീക്ഷിച്ചത്. എൻ്റെ അനിയനെ കൊലപ്പെടുത്തി, എൻ്റെ വീട്ടുകാരിൽ നിന്ന് വസ്തുക്കളൊക്കെ തട്ടിച്ച് മേടിച്ച്, എൻ്റെ ഏറ്റവും അനിയനെ ഒരു മദ്യപാനി എന്ന് വെച്ചാൽ അവനൊരു ചെറിയൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് നന്നാകാൻ. ഇവർ ആ ചെറിയ കുറവിനെ വലിയൊരു കുറവാക്കി മാറ്റിയവൻ്റെ, മനസ്സിലായത്? ഇവർ ഇതേപോലത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിടും. നമ്മുടെ വീട്ടിൽ ഒരു കുറവുള്ളൊരു കുട്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം പ്രേമിക്കുന്നൊരു കുട്ടി, അല്ലെങ്കിൽ മോഷണമുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ മദ്യപിക്കുന്നൊരു കുട്ടി, അല്ലെങ്കിൽ ഡ്രഗ്സ് അടിക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുള്ള കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവൻ്റെ ആ ഒരു വാസന, അവൻ്റെ ആ കുറവ് ഇവർ ഉപയോഗിച്ച് അതിനെ വലുതാക്കി അവനെ ഈ നാടിനും ലോകത്തിനും കൊള്ളരുതാത്തൊരുത്തനാക്കി മാറ്റും. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. വേറൊന്നുമില്ല, ഇത്രയും ഇതായിട്ട് നിന്ന ആൾക്കാരാണ് നമ്മളെ ഈ കേസിൽ കുടുക്കിയത് എന്നൊന്ന് മനസ്സിലാക്കാനും, പിന്നെ ഈ ആൾക്കാരെ ഇത്ര നാളും ഈ എന്താ പറയുക ഈ മറക്കുള്ളിലായിരുന്നു, അവരൊന്ന് വെളിച്ചത്ത് കാണിക്കാനും കൂടി വേണ്ടിയാണ്. കാരണം പലരും ഫോൺ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, ഇയാൾ ആരാണ്, ഇയാളെ കണ്ടിട്ടില്ല, മറ്റേ ഈ പ്രിൻസിപ്പളായിരുന്ന സ്വാമി ആരാണ്, അയാൾ എന്തിനാണ് നമുക്കിട്ട് ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വ്യക്തികളൊക്കെ ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായത്? നമ്മളെ കുറേ വലിച്ചു കീറി പത്രമാധ്യമങ്ങളിൽ ഒരു സമ്മാനം തന്നതല്ലേ, വേണ്ടില്ലേ മംഗളം പത്രം. അന്ന് ഫെബ്രുവരി 3-ാം തീയതി 2017 ഫെബ്രുവരി 3-ാം തീയതി 2 പേര് കേസ് വന്നത്. എന്നിട്ട് കേസ് ഉറപ്പിക്കുന്നത് 4-ാം തീയതിയാണ്. 5-ാം തീയതി തന്നെ ഒരു പെയ്ഡ് ന്യൂസായിട്ട് മംഗളം പത്രത്തിൽ വന്നതാണ്. 15-കാരിയെ 5 വർഷമായി പീഡിപ്പിച്ച് വന്ന ചിറ്റപ്പനൊളിവിൽ വിട്ടയച്ച പോലീസും പ്രതിക്കൂട്ടിൽ. കാരണം കണ്ട, പോലീസിനെ പോലും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ആ വാർത്ത വന്നത്. മനസ്സിലായോ? 2017. ഇത് ഞാൻ വളരെ സൂക്ഷിച്ച് വെച്ചേക്കണം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായൊരു പത്രമാണ്. കാരണം ഗുരുരത്നത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു മംഗളം പത്രത്തിൽ. അപ്പോൾ 2017 ഫെബ്രുവരി 5-ാം തീയതി പത്രം. ഈ പത്രം എൻ്റെ ജീവിത അന്ത്യം വരെ ഞാൻ സൂക്ഷിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മനോഹരമായ പത്രമാണിത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ എന്ന് വെച്ചാൽ 5-ാം തീയതി ഈ പത്രത്തിൽ വാർത്ത വന്ന അന്ന് തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പരാതി കൊടുത്താണ്. മനസ്സിലായോ? ആ പരാതി കൂടി ഒന്ന് ഞാൻ വായിച്ചേക്കാം. കണ്ട, പെറ്റീഷൻ. ഇതുപോലും പോലീസ് അന്നത്തെ ചാർജുള്ള SI നോക്കി. പക്ഷേ പിന്നീട് വന്ന SHO ഇവരിൽ നിന്ന് പുരസ്കാരമൊക്കെ മേടിച്ചിട്ട് ആ കേസ് എന്ത് ചെയ്ത്, ഈ പരാതി അവിടെ ഹൈഡ് ചെയ്ത് കളഞ്ഞു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല അദ്ദേഹം. അപ്പോൾ ഞാൻ വായിക്കാം. എന്നുവെച്ചാൽ പെൺകുട്ടി അച്ഛനും നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 5-ാം തീയതിയാണ് ഇത് ചെയ്തേക്കുന്നത്. ടു സർക്കിൾ ഇൻസ്പെക്ടർ, പോത്തങ്കോട് പോലീസ് സ്റ്റേഷൻ. സർ, ഞങ്ങളുടെ മകളായ ഡാഷ് കഴിഞ്ഞ കുറേ നാളുകളായി ശാന്തിഗിരി ആശ്രമത്തിലെ വിശ്വാസിയായ പാലോട്ടുകോണത്ത് താമസിക്കുന്ന കുലശുദ്ധി എന്ന പേരുള്ള ഒരു പയ്യൻ പ്രേമിച്ച് വശത്താക്കി. എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഫോണിൽ നിന്നും ഞങ്ങളുടെ മകളും കുലശുദ്ധിയും തമ്മിലുള്ള ഫോൺ കോൾ റെക്കോർഡുകൾ അനിയത്തിയുടെ ഭർത്താവ് കണ്ടെത്തുകയും അനന്തര നടപടികളായി 2 പേരെയും ഞങ്ങളുടെ സ്ഥാനത്തിൽ പറഞ്ഞു വിലക്കി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ശാന്തിഗിരി സ്കൂളിലെ ചില സൽപ്രകക്ഷികളെയും കൂട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്തു. എൻ്റെ മകളെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ സ്കൂൾ അധികാരികൾ മൊഴികെടുപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാതാപിതാക്കളായ ഞങ്ങളുടെ സംശയം കുലശുദ്ധി എൻ്റെ മകളെ പ്രേമം നടിച്ച് പീഡിപ്പിച്ചു എന്നാണെന്നുള്ളതാണ്. അതിനാൽ അവനെതിരെ കേസെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. രക്ഷിതാക്കളെന്ന് പറഞ്ഞ് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്താ പറയുക ജാമ്യത്തിന് പോയപ്പോൾ ഞാൻ DGP കൊടുത്ത പരാതിയും ഈ ഒരു ഇതും കൊടുത്തിട്ടാണ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചത്. മനസ്സിലായി? പിന്നെ മുൻകൂർ ജാമ്യത്തിന് മുമ്പ് തന്നെ പോലീസ് പിടിയിലായി. പിന്നെ എന്താ പറയുക അത് പിൻവലിച്ച് സ്വാഭാവിക ജാമ്യത്തിന് കൊടുക്കുന്ന ആ സമയം സബ് ജയിലിൽ 10 ദിവസവും പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 20 ദിവസം കിടന്നു. മനോഹരമായിരുന്നു. കാരണം അതൊക്കെ അനുഭവ സമ്പത്താണ് എന്നെ സംബന്ധിച്ചത്. ഇത്രയും മൃഗീയമായ ഒരു കേസിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയുന്നു, ഇത്രയും മൃഗീയമായ ഒരു കേസിൽ ഒരു സാധാരണ മനുഷ്യനും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത, അതേസമയത്ത് നമുക്ക് മറ്റെന്ത് കേസിലാണെങ്കിലും കളവ് കേസും ഈ പറയുന്ന പെണ്ണ് കേസുമായിട്ടല്ലാതെ വേറെ എന്ത് കേസായിട്ടാണെങ്കിലും നമുക്ക് ജയിലിൽ നല്ല ഒരു എന്നുവെച്ചാൽ മോശമായിട്ട് ആരും കാണത്തില്ല. പക്ഷേ ഈ 2 കേസെന്ന് പറഞ്ഞാൽ ജയിലിനകത്ത് ക്രിമിനലുകൾ പോലും വെറുക്കുന്നൊരു കേസ്. അതിൻ്റെ പ്രത്യേകത. പക്ഷെ എന്നിട്ട് പോലും ദൈവത്തിൻ്റെ ഒരു
സംരക്ഷണം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു സംരക്ഷണം എനിക്കുണ്ടായെന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് എന്തും വരട്ടെ എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ നമ്മൾ ഒരു സത്യത്തിന് വേണ്ടി പിന്നെ പൊരുതുമ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൈവം അല്ലെങ്കിൽ ഗുരു പലയിടത്തും പല ഇതും തരും, അവസരങ്ങളും പലരെയും നിയോഗിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ എനിക്ക് കിട്ടാനുള്ള സാഹചര്യം, ഒട്ടനവധി ബന്ധങ്ങൾ കിട്ടാനുള്ള സാഹചര്യം അതിലൂടെ ഉണ്ടായി. മനസ്സിലായി. ശാന്തിരിക്ക് ഒരു ധാരണ എന്ന് വെച്ചാൽ, ഗുരുരത്ന അമൃതക്കൊക്കെ ഒരു ധാരണ എന്ന് വെച്ചാൽ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ട് ഞാൻ അകത്താക്കും. ഈ ചാകാൻ തുനിഞ്ഞിറങ്ങിയവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അതൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. എന്നുവെച്ചാൽ ഓൾറെഡി ചത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തിന് നിന്നെ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ചതിച്ചു കൊല്ലാം, ചതിച്ച്. ഇനി അതും നടക്കുമെന്ന് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണേലും അവർക്ക് ബുദ്ധിമുട്ടാകും. മനസ്സിലായ? അപ്പോൾ ഞാൻ ആ 2 വീഡിയോയും കാണിക്കാം. അപ്പോൾ അത് കണ്ട് നോക്കുക. ഇതാണ് ആൾക്കാർ. ഒന്ന് ബിജു സാർ എന്ന് പറയുന്ന ശാന്തിഗിരിയിൽ ഈ ശാന്തിഗിരി സ്കൂൾ ഭരിക്കുന്നത്, അമൃതാജിനിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്നത് ഈ പറഞ്ഞ ബിജു സാർ എന്ന് പറയുന്നവനാണ്. പിന്നെ അതുകൂടാതെ പ്രിൻസിപ്പളൊക്കെ പറയും ഡമ്മിയാണ്. അയാൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക, അവരെന്ത് പറയുന്നു അത് നടപ്പാക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 പേരെയും കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ. അപ്പോൾ കാണുക, സദ്വേഷണം. മറ്റൊന്നുമല്ല, അതിൽ വേറൊന്നുമില്ല. നമ്മുടെ സൗഹൃദ സംഭാഷണം. പിന്നെ ബിജു സാറിനോട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എൻ്റെ മോൻ എന്തിനാണ് അങ്ങനെ ഇത്, സ്വാമിയോടും പറയുന്നുണ്ട് എൻ്റെ മോന് കുഴപ്പമുണ്ടായി, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുടെ കണ്ണിലൊരു കരടായിരുന്നു നേരത്തെ ചെറുതായിട്ട്. അപ്പോൾ ആ കരടിന് ഒരവസരം വന്നപ്പോൾ എന്താ പറയുക, വെറുതെ ഒന്ന് തോണ്ടിയെടുക്കേണ്ടതിന് പകരം വലിയൊരു പാര കയറ്റിയെടുക്കാൻ നോക്കി. അവസാനം എന്ത് പറ്റി, കണ്ണ് പോലും കലങ്ങിപ്പോകുന്ന രീതിയിലായിപ്പോയെന്ന് മാത്രം. അപ്പോൾ അത് കാണുക, സദ്വേഷം. സാറേ, ഈ കംപ്ലൈൻറ്റ് പറയുന്ന ആരെടുത്താണ്? അല്ല, ഇന്നലെ കൊച്ച് ഇരുന്നപ്പോഴത്തേക്ക് ഒരു കൊച്ച് പെൻസിൽ കുറിപ്പിച്ച് വെച്ചു. അതിൻ്റെ തുടം ഇപ്പോൾ മുറിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് നടക്കാൻ പറ്റാതെ. അപ്പോൾ അവിടെ ചെന്ന് ടീച്ചറിനോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ് ഇവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, അവിടെ പോയി പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ക്ലാസ് റൂമിൽ അതിപ്പോൾ 1ാം ക്ലാസ്സിൽ ഫസ്റ്റ്. അതൊരു വശം. പിന്നെ ഈ മഴ ടൈമിൽ സാറേ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുട്ടികൾ? എവിടെ കുറിക്കുക? അന്നേരം അല്ല കൊച്ചിന് അന്നേരം മഴക്കാറ് ഞാൻ കണ്ടായിരുന്നു രാവിലെ വരുമ്പോൾ തന്നെ. പക്ഷെ അങ്ങനെ മഴ പെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളോട് മഴ തന്നെ പിള്ളേർക്ക് പനി പിടിച്ച് എന്ത് ചെയ്യും? ഇല്ല, വിളിച്ചുകൊണ്ടായിരുന്നു, നല്ല കാറുണ്ടായിരുന്നു. എപ്പോൾ വെള്ളം മഴ പെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ നിൽക്കായിരുന്നു. അതേസമയത്ത് ഇവിടെ വെച്ചായിരുന്നെങ്കിൽ പിന്നെ പിള്ളേർക്ക് അങ്ങോട്ടേക്ക് ഓടിക്കാം, കയറാമായിരുന്നു. അവിടെ വെച്ചാകുമ്പോൾ പിള്ളേർ ഇത്ര ദൂരം മഴ നനഞ്ഞു വന്ന് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്വാമി പറഞ്ഞു അത് നടക്കൂല. സ്വാമിക്ക് കുഴപ്പമില്ലായിരിക്കും, പേരൻസിനെ പറ്റൂല. എന്താ വെച്ചാൽ എനിക്ക് പറ്റൂല, മറ്റുള്ളവരായിരിക്കും അറിഞ്ഞൂടാ. അല്ല, നമ്മളിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യുന്നത് ഓഫീസിൽ പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിയുമ്പോൾ പരിഹരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യുമല്ലോ. അത് കംപ്ലൈൻറ്റ് എന്താണ് അത് നോക്കി അന്വേഷിച്ചിട്ട് ഏത് കുട്ടിയാണ് ചെയ്ത് അതിനെ കുട്ടിയിൽ വിളിക്കുക, സംസാരിക്കുക, ബാക്കി കാര്യം. അല്ല, സംഭവിച്ചു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി വന്ന് പറയാൻ കംപ്ലൈൻറ്റ് ചെയ്തു. കൊച്ചുകുട്ടിയല്ലേ, അവർ കാണിച്ച വികൃതിൻ്റെ പേരിൽ അവർ 2 വഴക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിപ്പോൾ അവരെ വലിയ ശിക്ഷയിലേക്ക് ഇല്ല, അത് വേണ്ട, ശിക്ഷകളൊന്നുമല്ലല്ലോ, നമ്മൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് നമ്മൾ ചോദിക്കും. ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ട് അതിൻ്റെ പരിഹാരം ചെയ്ത് കൊടുത്തിരിക്കും. വേറെ അത് ചെയ്ത അക്രമിയാണെങ്കിൽ അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ. അങ്ങനെ അക്രമിയാണെന്നല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ സാറന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയില്ലായ്മ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്ന വികൃതിയായിട്ട്. എപ്പോഴും എന്ന് പറയും ഈ വികൃതിയുള്ളവന്മാർ ഏതെങ്കിലും കുസൃതിയിൽ കാണിക്കും. അത് ആ കുട്ടിയെ വിളിച്ച് നിർത്തി 2 വഴക്കം കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ്റെ മാറും. അതാണ് ഈ ചെറിയ ക്ലാസ്സിലേക്ക് ഒരു ഭയം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഒത്തിരി നേരം ഉണ്ട്. അങ്ങനെ ഒന്നത് അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം അസംബ്ലി വരുമ്പോഴത്തേക്ക് അവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ നടത്താത്തതാണ്. ഇന്നത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി അങ്ങനെ കൊണ്ടുപോകും. അതിന് വേണ്ടിയാണ്. അല്ലാതെ ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു ഫംഗ്ഷന്
ബിജുവിന് പിള്ളേരുണ്ടോ? ബിജുവിന് പിള്ളേരുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോ? കയറിയണോ വേണ്ടേ? അല്ല മഴ നനയാൻ വിടുവോ? അല്ല മഴ നനയാൻ വിടുവോ ബിജു? ഞാൻ വിടൂല, അത് ഞാൻ എഴുതരാം, അത് കുഴപ്പമൊന്നുമില്ല. മഴ നനയണം, നനയിക്കണം. ആ ചിലപ്പോൾ വീക്കുണ്ടാവും, ചിലപ്പോൾ ഇച്ചിരി പവർഫുള്ളായിരിക്കും. എന്താ ഒരു മഴ നനയുമ്പോൾ തന്നെ പനി പിടിക്കുന്നവൻ അങ്ങനെ കൊണ്ടിടാൻ പറ്റുമോ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. മറ്റേ പ്രണവ് സ്വാമിയോട് ഞാൻ ചോദിക്കാം, സ്വാമി പറഞ്ഞിട്ടാണെന്നല്ല പറഞ്ഞു. അത് ഞാൻ സ്വാമിയോട് ചോദിച്ചോളാം, അങ്ങനെ സ്വാമി പറഞ്ഞിട്ടുണ്ടായി. ഇതൊന്നും അന്വേഷിക്കും. അല്ല ഇന്ന് വയ്യ, മഴ നനഞ്ഞിട്ട്. അതല്ല ബിജു, അതല്ല ഇത് തുടങ്ങി അസംബ്ലി തീർന്ന് വിടാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മഴ കയറി. അങ്ങനെ അന്നേരം സാറ് വന്ന് കുട്ടികൾ വലിയ കുട്ടികളും ടീച്ചേഴ്സ് മാത്രം നിന്നാൽ മതി. തിരുവിടൊക്കെ വലിയ പിള്ളേരാണെങ്കിൽ മഴയൊക്കെ നനയാൻ കുഴപ്പമൊന്നുമില്ല. അല്ല അവിടെ മഴ പെയ്യുമ്പോൾ ഓടി കയറാമല്ലോ പിള്ളേർ. മരത്തെ നടുന്നൊരു ചടങ്ങല്ലായിരുന്നു, ഗ്രൗണ്ടിലെ പലവൃക്ഷത്തൈകൾ നടുന്ന ഒരു ചടങ്ങായിരുന്നു അസംബ്ലിയുടെ. അല്ല മഴയും കൂടി നോക്കിയിട്ടൊന്ന് ചെയ്തിരുന്നെങ്കിൽ. അല്ല ഇന്നലെ ഞാൻ വരുമ്പോൾ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു, മഴ മൂടുന്നുണ്ടായിരുന്നു. ദൈവം നമ്മൾ പ്രതീക്ഷിച്ചില്ല. ചെറിയ ചെറിയ മഴ ഇതുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഞാനെല്ലാം മരത്തേയും കൊണ്ട് അവിടെ വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് തീരുമാനം ഓർത്തത് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വലിയ പ്രോഗ്രാം വെച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഡിലേ ആയപ്പോൾ പെട്ടെന്ന് മഴച്ചാലൂടെ വന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ ചെയ്തില്ല, കാരണം 1ാം ക്ലാസ്സിലെ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്യും. അവിടെ വെയിലത്ത് വന്നിട്ട് ഒരു 5ാം ക്ലാസ് വരെയൊക്കെ പിള്ളേർ പാടാണ്, കാരണം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പനി പിടിക്കും. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോൾ 5ൽ പഠിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പം. അതൊക്കെ ചെറുതായിട്ട് മഴ കൊണ്ടോ കുഴപ്പമില്ല. പക്ഷേ ഈ ചെറിയ പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ല മഴ നനപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരെ ആരോഗ്യ പ്രശ്നം കൂടി നോക്കണ്ടേ നമ്മൾ. ഒരു മഴ കൊള്ളണവന് പെട്ടെന്ന് പനി പിടിക്കുകയും നമുക്ക് പിള്ളേരെ വെച്ച് പരീക്ഷ നടത്താൻ പറ്റൂല. അല്ല ചെയ്യിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല ഞാൻ പരമാവധി അസുഖങ്ങൾ വരുത്താതെ മരുന്ന് കൊടുക്കാതെ സൂക്ഷിക്കുക എന്നുള്ള എൻ്റെ പൊടുന്നു. എല്ലായിടത്തും അങ്ങനെ ആ രീതി ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ രീതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ സ്വാമി പറഞ്ഞ കുട്ടികൾ ഇച്ചിരിയൊക്കെ നനയട്ടെ, അവർ ഓടി കളിക്കുന്ന രീതിയിലാണ് സ്വാമി ചെയ്തത്. ഞാൻ വേറെ ഞാൻ പറയാൻ അല്ല ഞാൻ ക്ലാസ്സിൽ ചെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ റൂൾ എന്നോട് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ ആ റൂൾ അനുസരിച്ച് പോകേണ്ട കാര്യങ്ങൾ. ടീച്ചറിനോടൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പോൾ പറഞ്ഞ് അവിടെയല്ല ഇവിടെയാണ് എല്ലാ പരാതി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വിശദമായിട്ട് തന്നെ പരാതി വിടണ്ടേ? അങ്ങനെയല്ല, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിനായിട്ട് മിങ്കിൾ ചെയ്യണമെന്നല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണ്. അപ്പം അത് അവർ പറയുന്നത് അങ്ങനെ റോളില്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ കാര്യങ്ങൾ. ഇനി അടുത്ത സ്റ്റെപ്പ് പറയാമല്ലോ. ഇന്നലെ കഴിഞ്ഞുപോയതിനെ കുറിച്ച് വിശദീകരിക്കാനല്ല വന്ന്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല. ആണോ? കാരണം ഞാൻ അവരും ഞാൻ ചോദിച്ചു ചാറ്റിലുണ്ടായിരുന്നു, അങ്ങനെ ഓടി ചെറിയ ചാറ്റിൽ മതിയല്ലോ. കാരണം കുട്ടികൾ ഓടിച്ച് കയറ്റാനും പറ്റും. ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ഓടി കഴിയുമ്പോൾ വീഴും വീഴും. എന്താ
ഞാൻ ആദ്യം കാര്യം പറയാം. ഒരക്ഷരം മിണ്ടി പറയുന്നല്ല. ഒരു സ്കൂളിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ആദ്യം സഹകരിക്കുന്നത്. നിങ്ങൾ കാണാത്തത് നിങ്ങൾ കേൾക്കാത്ത സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ, പരിചയം കൊണ്ട്. ഇന്നലത്തെ അസംബ്ലി എന്ന് പറയുന്നത് ആദ്യമായിട്ട് തുടങ്ങിയൊരു അസംബ്ലി. ആ അസംബ്ലിയിൽ മഴയ്ക്ക് മുന്നേ തന്നെ, മഴ തുടങ്ങിയപ്പോൾ തന്നെ പിള്ളേരെല്ലാം നമ്മൾ വിട്ടു. സ്കൂളിൽ ഒരു മഴ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ടീച്ചർമാരോട് അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പറയരുത്. നിനക്ക് ഒരു മകനുള്ള പോലെ നിന്റെ കാറ്റ് നിന്റെ മകളോ അല്ലെങ്കിൽ നിന്റെ മകനെ കാറ്റ് സ്നേഹിക്കുന്നവരാണ് ഞാൻ അവരെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും മെനക്കെട്ട് ഈ സ്കൂൾ നന്നാക്കുന്ന പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത്. അപ്പം നിങ്ങളെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ പ്രഥമമായ കർത്തവ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഒരു നമ്മളെ സ്കൂളിൽ പണ്ട് എന്താ ഇന്ന് സ്കൂളുകളൊക്കെ ഇങ്ങനെ ആയത്? വിദ്യാഭ്യാസം വന്നിട്ട് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ. നമ്മളെ കാലത്ത് നമ്മളെ സ്കൂളിൽ ഒരു അടി എന്ന ഒരു ടീച്ചർ എന്ന ഉടനെ ചോദിക്കാൻ ഒരു അച്ഛനും വരത്തില്ലായിരുന്നു. വീട്ടിൽ തിരിച്ച് നമുക്ക് 2 അടി കൂടെ തരുമായിരുന്നു. കാരണം ടീച്ചർ തന്നെ എന്തെങ്കിലും കാരണം കാണും. ഇന്നത്തെ അച്ഛനന്മാർക്ക് എന്താണ്? പണ്ട് 10-12 മക്കളുണ്ടായിരുന്നു, 8-9 മക്കളുണ്ട്. അവർ അങ്ങനെ ഇന്ന് ഒന്നേ ഉള്ളൂ. ആ സ്നേഹം മുഴുക വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഉടനെ ടീച്ചറോട് പറയും. ഇന്ന് സ്കൂളുകളിൽ തല്ലാൻ നിവർത്തില്ല കുട്ടികളെ. കഞ്ചാവും ചരസടിച്ചും തോന്നിവാസം കാണിച്ച് ബ്ലൂ ഫിലിം കാണിച്ച് ഇന്നലെ ഞാൻ ഒരുത്തരെ പിടിച്ചു, മൊബൈലും കാര്യങ്ങളും വെച്ച്. അങ്ങനെയുള്ളവരെ പോലും നമുക്ക് തൊടാൻ പറ്റാത്ത സ്ഥിതിയാണ്. നിയമങ്ങൾ അങ്ങനെയാക്കി വെച്ച് ഈ പാരന്റ് ടീച്ചേഴ്സും ഇങ്ങനെയുള്ള അച്ഛനന്മാർ. നീ അങ്ങനെ ഒരു അച്ഛനാവരുത്. നിന്റെ മോളെ നില നിന്റെ മോനെ നിന്നെക്കാറ്റും കൂടുതൽ നന്നാക്കണമെന്ന് ഞാൻ പറയാം. നീ അവിടെ നിന്നുള്ള ആൾക്കാരെ ഇവിടുന്നുള്ള വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ഇന്നലെ നമ്മൾ റേഡിയോയിൽ ഒരു പ്രോഗ്രാം നടത്തി. അത് പിള്ളേരെ ഒന്ന് കേൾപ്പിക്കാനല്ല ഒരു ഡിസിപ്ലിൻ എന്നുള്ള മൊത്തത്തിലുള്ള സ്വഭാവത്തിനാണ് അവിടെ കൊണ്ട് അസംബ്ലി എടുത്തത്. മഴ അണിയാൻ പാടില്ല, വെയിൽ. ടീച്ചർമാരെ എല്ലാ നേതൃത്വം നടത്തേണ്ടതെന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനാണ് പറയുന്നത് നടത്തുന്നത്. നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാരുടെ നേരത്തുള്ള പരാതികളുടെ ടീച്ചറെ വെയിൽ വിളിക്കാൻ പാടില്ല, മഴ വിളിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കുട്ടികളെല്ലാം അസുഖം പിടിച്ചു പോകും. ഏതെങ്കിലും അച്ഛനമ്മമാരിങ്ങനെ പറയുന്നു. എന്താടാ അത് നടത്തില്ല. ഞാനിവിടെ നമ്മുടെ വോയിസ് ഓഫീസിന് മുകളിലെ പ്രസിൻ്റെ ഇവിടെ ഉണ്ട്, കോൺഫറൻസ് ഹാളിൽ ഒന്നായി. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം. ഞാനിപ്പോൾ 2-3 NGO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്കിലുള്ള കൃഷിയുടെ ബന്ധപ്പെട്ട്. എല്ലായിടം പറയുന്നത് നമ്മുടെ മക്കൾക്ക് അസുഖം വരുന്ന പ്രധാന കാരണം മണ്ണ് കൊള്ളുന്നില്ല, മഴ കൊള്ളുന്നില്ല. ഇതിലൂടെയൊക്കെ കിട്ടുന്ന ആ ഇമ്മ്യൂണൈസേഷൻ അവർക്കില്ലാതെ പോകുന്നു. നമ്മുടെ അച്ഛനമാർക്ക് അതറിയില്ല. നീ ഞാൻ പഠിച്ചുള്ള കാലത്തിൽ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോൾ ഉള്ള എങ്ങനെ ചെയ്യുന്നു. ഷൂ പോലും കേരളത്തിലിടരുതെന്നാണ് നമ്മുടെ മധുസൂദൻ നായർ പറയുന്നത്, പ്രൊഫസർ മധുസൂദൻ നായർ. നിൻ്റെ RSS വക്താവുള്ളൂ. അദ്ദേഹം RSS പ്രധാന ആളാണ്. അവരിപ്പോൾ സ്കൂളത്തോട്ടുണ്ടാക്കി അദ്ദേഹം മാധവനാരൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കേൾക്കണം. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ അതനുസരിച്ച് പോയി പറയും. അല്ലാതെ ടീച്ചർമാരുടെ മെക്കിട്ട് കയറുക. അവരെല്ലാവരും കൂടെ പിന്നെ രാജിവെക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ടീച്ചർമാർ 1-2 പേര് വളരെ പിന്നെ ഇതായിട്ട് പാവപ്പെട്ട സാറൊന്ന് പറയേണ്ട കാര്യങ്ങൾ മാത്രമല്ല രീതിയിൽ നാളെ ഞാൻ അതാ പറയുന്നത്. ഞാനൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ടല്ല പറയാം, ഞാനൊരു സന്യാസിയായിട്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. മാതാവും പിതാവും കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ കുട്ടികളുടെ ടീച്ചറിനെ അടുത്തെത്തിക്കുമ്പോൾ ടീച്ചറെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ അവരെ ബഹുമാനിക്കില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സെന്റിമെന്റിൽ എടുക്കരുത്. നീ എടുത്ത സെന്റിമെന്റ് തെറ്റാണ്. മഴ അച്ഛനെ ഉപരിയായിട്ട് മറ്റേ ജനകീയമായി നീ അച്ഛൻ മാത്രമല്ല, പിന്നെ അച്ഛനെന്ന് മാത്രമുള്ള സ്നേഹം അധികം പാടില്ലെന്നാ പറയുന്നത്. ഗുരുവിന്റെ മക്കളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു. കെയറിങ് അല്ല. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ആ കൊച്ചിന് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളത് എനിക്കല്ല അറിയാവുന്നത്. ഞാൻ പറയട്ടെ, നിന്റെ ഇന്നലെ ഒരു കൊച്ചിന് ഇന്നലെ 2 ദിവസമായിട്ട് പനിച്ചു കിടന്ന മറ്റേ ഇതുണ്ട്, അതിന് വരുന്ന പുതിയൊരു കൊച്ചു അഡ്മിറ്റ് ചെയ്തത് വലിയല്ല. ആ കൊച്ചിന് വയസ്സ് അപ്പം തന്നെ അകത്തോണ്ട് ഞാൻ ആ കൊച്ചിനെ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ എല്ലാ ഹോസ്റ്റലിലെ കുട്ടികൾ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞത് തെറ്റായി പോയത്. പറഞ്ഞ തെറ്റല്ല, പറയുന്ന രീതിക്ക് തെറ്റുണ്ട്. ശരി, അല്ല ഇനി ആ രീതിയിൽ പറയില്ല, ഞാൻ വേറെ രീതിയിൽ പറഞ്ഞോളാം. അല്ലല്ല, ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ സ്നേഹരൂപേനെ ഒന്ന് പറഞ്ഞാണ് തെറ്റായി പോയത്. അങ്ങനെ അല്ലാണ്. ഞാൻ ശോഭിച്ചെന്നല്ല പറഞ്ഞത്. ഇന്ന പോലെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നലെ അവൻ ഇരുന്നപ്പോഴത്തേക്ക് ഒരു കൊച്ചു കൊണ്ടുവന്ന് ഒരു പെൻസിൽ കൂർപ്പിച്ച് വെച്ച് കൊച്ചിന്റെ തൊടെ ഇത്ര മുറിഞ്ഞു. എവിടെ? കൊച്ചിന്റെ വീട്ടിൽ കിടപ്പുണ്ട്. വന്നിട്ടില്ല ഇന്ന്. അപ്പൊ പിന്നെ പനിയായിട്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയണോ വേണ്ടേ? അത് പറയണം. ഒന്നത് അല്ല പറഞ്ഞേ, ഒന്നത് അത് അവര് പറയാന്ന് വെച്ചാൽ അവരെ കുഴപ്പമാണ്. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോയി, ഇനി സംഭവിക്കരുത്. നിങ്ങളുടെ കെയറിങ് കുറവുകൊണ്ടാണ് അങ്ങനെ വലിച്ചേറിയല്ല. ഇവൻ ഇരിക്കുന്നതിന്റെ അടുത്ത് തന്നെ കൊച്ചുമോൻ അവൻ ഇരിക്കാൻ പോയപ്പോ അവന്റെ കൂട്ടുകാരൻ തന്നെ പയ്യന്മാരല്ലേ പറയാം നമ്മൾ. പക്ഷെ അത് ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടോ വേണ്ടേ? അവൻ പെൻസിലും അങ്ങോട്ട് കൂർപ്പിച്ചിട്ട് ഇവനിരുന്നപ്പോ വെച്ചു കൊടുത്ത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കൂടി കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കീറിപ്പോയി. അല്ല അപ്പൊ ഇത് ഞാൻ എന്ത് ചെയ്യണം? ചോദിക്കണോ വേണ്ടേ? ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ടീച്ചറെ ഇന്ന പോലെ കൊച്ചു ഇന്ന പോലെ സംഭവിച്ചു.
അപ്പോൾ ഇന്ന പോലെ ഉണ്ട്. പിന്നെ ഇന്നലെ മഴ നനഞ്ഞ് പിള്ളേർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നനഞ്ഞ് അവന് മോക്ക് കുഴപ്പമില്ല, മോൾക്കൊക്കെ ഇച്ചിരി പ്രതിരോധ ശേഷിയുള്ളതാണ്. ഇവൻ ഡോക്ടർ പറഞ്ഞേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കെയറായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല അവനെ നന്നാക്കി എടുക്കും. നീ അല്ലല്ല, ഞാൻ ഒരു 5ാം ക്ലാസ് വരെ സ്വാമി അത് പ്രശ്നമാണ്. ഇന്നലെ രമ ടീച്ചറിനോട് 2 കാര്യമാണ് അവർ പറഞ്ഞിരുന്നത്. രമ ടീച്ചർ ഭയങ്കര, ഞാൻ പറഞ്ഞു നിങ്ങൾ ആണ് ഈ ഗോപി സാറിനെ ഇങ്ങനെ ഇനി മക്കളെ കൂടെ ഇങ്ങനെ ആക്കുന്നത്. ഞാൻ അവരാണ് ആദ്യം പറഞ്ഞു വെയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെയിൽ കൊണ്ടുപോകുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിച്ചു വേറെ ഒന്നുമില്ല, മഴ കൊള്ളണല്ല. അവിടെ ഗ്രൗണ്ടിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നൊരു നല്ലൊരു ശക്തമായ മഴ വന്നു, എവിടെ കയറ്റി നിർത്തും? നമ്മൾ അപ്പം തന്നെ കയറ്റി പറഞ്ഞാൽ പുള്ളിനകത്ത് കയറ്റില്ല. കുറച്ചൊരു ജസ്റ്റ് ഒരു ചാറിൽ വന്നപ്പോൾ തന്നെ ഞാനകത്ത് കയറ്റി. ഞാനകത്ത് ടീച്ചർമാരും ഞാനും മൊത്തം മഴ നനഞ്ഞു. ഈ കുട്ടികളകത്ത് കയറ്റി ഞാൻ മൊത്തം അവിടെ നിന്ന് മഴ നനഞ്ഞു. ഞാൻ ടീച്ചറോ എന്നിട്ട് ചെടി എന്താ അവിടെ നിങ്ങൾ കാര്യമാണ് എന്തിനാണ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ലൊരു പ്രോഗ്രാം നടത്തി FM-ൽ അതെല്ലാവരും കേൾപ്പിച്ചു കൊടുക്കുക. ഒന്ന് ചെടി നമ്മുടെ സ്കൂളിൽ നിങ്ങൾ ഓരോ ക്ലാസ്സിലും ഓരോ ചെടി മരം ഞാനാണ് നിങ്ങളവിടെ നമ്മൾ അഗ്രഹം മേടിച്ചുകൊണ്ട് കൊടുത്തത് എൻ്റെ പൈസ കൊടുത്ത് എന്ന് വെച്ചാൽ ആ മരങ്ങൾ നടാൻ ആ കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ എല്ലാ കുട്ടികളും കൊണ്ട് ചെയ്യാൻ നോക്കിയത്. മഴ തുടങ്ങി നമ്മൾ കുട്ടികളോട് മാറ്റിവിട്ടു. പിന്നെ ടീച്ചർമാരും അത് അപ്പം ടീച്ചർമാരെ പോലും ഇറക്കില്ല. ഞാനും ആൺ ടീച്ചർമാരും മൊത്തം മഴ കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തത് 3-4 പിള്ളേരുമായിട്ട്. ഇതാ എനിക്ക് പനിയില്ല, അവർക്കാർക്കും പനിയില്ല. ഞാൻ എന്തിനു ചെയ്തു ഗുരുവിനോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ചാൽ സ്കൂളിൽ ചെയ്യുന്ന നീ എന്നല്ല കുറച്ച് പേരുണ്ട് നമ്മളിവിടെയുള്ള ഒരു 6-7 പേരൻസ് അങ്ങനെയാണ്. പെട്ടെന്ന് അവർ സ്നേഹമാണ് മക്കളുടെ. അതാണ് സ്നേഹമായിട്ടല്ല സ്വാമിക്ക് അറിഞ്ഞോട്ടാ. സ്നേഹമൊന്നുമല്ല, കെയറിങ്ങും സ്നേഹവും രണ്ടും ഇങ്ങനെയല്ല. ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്ന അതിന് ഇന്ന പോലെ ബുദ്ധിമുട്ടുകൾ വരും, അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ ചെയ്യും. അത് ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ട പ്രത്യേക ഒരു പരിഗണന. ഞാനിപ്പോ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. സ്വാമി അത് ഏത് രീതിയിലാണ് അവർ അവതരിപ്പിച്ചതെന്ന്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സ്വാമി കേട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല ഞാൻ പറയട്ടെ, അതുകൊണ്ട് പറയാം. നീ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നീയും ടീച്ചറോട് ഭയങ്കര ഫയർ ചെയ്ത് ടീച്ചർ പേടിച്ച് പറിച്ചു ഉടനെ അതെന്തുകൊണ്ടാണ് ഏവരടുത്ത് പോയി ഏവോ മൂളിക്കുന്നു. എന്നിട്ട് പിന്നെ വിനോദ് സാറിൻ്റെ അടുത്ത് അപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ അസംബ്ലി തന്നെ പറഞ്ഞു, ഈ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുക. എന്നോട് ഞാൻ വെളിയിൽ നിന്ന് ഒരാളും വിളിച്ചില്ല. നീ ഏതെങ്കിലും അച്ഛനമ്മ വിളിച്ചു, ഒരു അച്ഛനമാർ അതിനെ എതിർക്കത്തില്ല. കാരണം ചിലത് ഇന്ന് നമ്മൾ പുസ്തകം കൊടുക്കാൻ പോകും. നീ പുസ്തകം മഴയിൽ ഇവിടെ നിർത്തി എല്ലാവരും കൂടെ എടുത്ത് പുസ്തകം ഫ്രീ ആയിട്ട് 10 പുസ്തകം വെച്ച് ഒരാൾക്ക് സ്പോൺസർ ചെയ്യണം. എല്ലാ കുട്ടിയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ നമ്മളെ വിളിച്ചു കൊടുക്കും. നിങ്ങൾ പറയണത് അത് അവിടെ ക്ലാസ്സിൽ കൊണ്ട് കൊടുക്കും. അതിനൊക്കെ ഒരു വരുന്ന ആൾ നമ്മൾ ബഹുമാനിക്കട്ടെ. അപ്പൊ ഒരു മീറ്റിംഗ് കൂടുന്നത് തെറ്റാണോ? അതുപോലെ എന്റെ കുട്ടിന് ഇപ്പൊ അത് അല്ല മഴയത്തിൽ നിന്ന് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണെങ്കിൽ സ്വാമി വെറുതെ ഞാനവിടെ ഈ കാര്യം നടത്തിയ മൊത്തം ഇതിലെ കുഴിയടിപ്പിച്ചതും ഇത് ചെടിയെടുത്തു എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് നേരിട്ട് അറിയാനുള്ള സ്വാമിയുടെ വശം നാമ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ. ഞാൻ ഇന്ന പോലെ ഒരു സംഭവം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അസംബ്ലി ആണെന്ന് പറഞ്ഞു. ഇന്നലെ വന്നത് എവിടെ വെച്ചാൽ അസംബ്ലി അവിടെ വെച്ചാണെന്ന് നമുക്ക് കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കാറൊക്കെ പിടിച്ചിരിക്കുന്നു. ഞാൻ മനസ്സ് ഓർത്ത് എന്താ ഇന്ന് ഇവിടെ അവിടെ കൊണ്ടുവെക്കുന്നത്. ഇവിടെ ഞാൻ ഇന്നലെ 9:00 അപ്പോൾ അസംബ്ലി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആരാനെ കൂടി കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോഴ് പിന്നെ ഇവരെയും കൊണ്ടുപോയി. അപ്പോഴും കർമ്മ ഉണ്ടായിരുന്നു. ആ സമയത്ത് വെയിലുണ്ടെങ്കിലും മേഘാവൃതമായിരുന്നു സ്വാമി. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ കൊണ്ട് കേൾപ്പിച്ചുതരാം. അല്ല വെയിലുണ്ട്, പക്ഷെ എന്നും പറഞ്ഞ് വെയിലും രണ്ടായിട്ട് നിൽക്കില്ലേ. എപ്പോഴും മഴ പെയ്യാന്നുള്ള കണ്ടീഷൻ നിൽക്കുകയാണ്. പറയണേ കേൾക്കുന്നു. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, പനി വരികയാണെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ എറണാകുളത്ത് പോയിട്ട് വന്നപ്പോഴേ താമസിച്ചപ്പോൾ വീട്ടിൽ കൊച്ചു നിന്നപ്പോൾ എന്നോട് ഇന്നപോലെ പറഞ്ഞ് പെൻസിൽ കൊണ്ട് ഇന്നപോലെ മുറിഞ്ഞെന്ന് പറഞ്ഞു. നോക്ക് അല്ല മോന്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ മുറിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും മഴ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ചെറുതായിട്ട് മഴ നനഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഞാൻ ഇന്ന് വന്നിച്ചു ടീച്ചറിനോട് ഇന്ന പോലെ സംഭവം അവിടെ വെച്ചാണ് പിന്നെ അസംബ്ലി നടത്തണമെങ്കിൽ കൊച്ചിനെ ഒഴിവാക്കണമെന്നുള്ള രീതി പറയാൻ വേണ്ടിയാണ് വന്നത്. അല്ല പറയണേ, ഞാൻ പറഞ്ഞോട്ടെ സ്വാമി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ഇതുവരെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ വന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കൊച്ചിനെ ഇന്ന പോലെ പെൻസിൽ വെച്ച് മുറിച്ച് അതിൻ്റെ കൊച്ചാണെന്ന് പറയും. അപ്പോൾ ആ കൊച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ വേറെ കൊച്ചു അടുത്ത് ചോദിച്ചു ശരിയാണ് ഇങ്ങനെ പെൻസിൽ കുറിപ്പിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞു. അതിന് ആ കൊച്ചിനെ എടുത്ത് ശിക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇവരാൾക്ക് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നാളെ ഒരിക്കലും അതേ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ടീച്ചർ എന്ന് പറയും. ആ ടീച്ചറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ടീച്ചർ എന്നോട് എടുത്ത വൈകി പറഞ്ഞ് പാരൻസ് ഇവിടെ ഒന്ന് സംസാരിക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ പറയും പാരൻസിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ പറയണ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ പാരൻസിൻ്റെ രീതി പറയണമെങ്കിൽ എനിക്ക് പിന്നെ ഒഫീഷ്യലായിട്ട് പറയേണ്ടി വരും. ഞാനിവിടുത്തെ സെക്യൂരിറ്റി മാനേജറാണ്, നിങ്ങളുടെ പെർമിഷൻ ഒന്നും വേണ്ട എനിക്ക് ഇവിടെ വന്ന് കയറാനായിട്ട്. അപ്പോൾ പറയും ക്ലാസ്. ഞാൻ പറയും ക്ലാസ് റൂമില്ല, ഞാൻ ക്ലാസ്സിന് വെളിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
അവിടെ തൊട്ടാണ് ടോപ്പിക്ക് മാറിയത്. അപ്പോൾ പറഞ്ഞ് ഞങ്ങളല്ല ഇത് അസംബ്ലി നടത്തിയത്, പ്രണവ് സ്വാമിയാണ് പറഞ്ഞത്. പ്രണവ് സ്വാമിയാണ് ഇത് സംസാരിക്കാൻ പറഞ്ഞിട്ട് ആര് വേണേലും വിളിക്കാനായിട്ട്. ഇവരങ്ങനെ എല്ലാവരും പെരുമാറേണ്ടത്. ഇന്ന റീസൺ കൊണ്ടാണ് ഇന്നടുത്ത് ഇന്ന പരിപാടി വെച്ചത്, അത് ഇന്നടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി അത് എപ്പോഴും വെക്കുന്നതല്ല. സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെയാണ് അസംബ്ലി നടത്തണമെങ്കിൽ ഇവിടെ എല്ലാവർക്കും കയറി നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അവിടെ നടത്താനുള്ള പരിപാടി. ഇത് നമ്മളെ കൺവിൻസ് ചെയ്യേണ്ട സ്വാമി. ഒരു രക്ഷകർത്താവ് അല്ല, ഒരു രക്ഷകർത്താവണം എന്നുള്ള രീതിയിൽ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ അനുനയിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം വേണം നമുക്ക് പണിയാൻ വേണ്ടി ആര് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പ്രണവ് സ്വാമിയുടെ അല്ല ഇപ്പം ആരാടാ സംസാരിക്കുന്നത് ഒരു. അപ്പോൾ വേറൊരു പിന്നെ നമ്മുടെ ഡിജിയപ്പനുണ്ടല്ലോ, മുക്തേജ് സ്വാമിയുടെ അനിയൻ്റെ ഭാര്യ ഒരു ടീച്ചറുണ്ടല്ലോ, മുക്തേജ് സ്വാമിയുടെ അനിയൻ രതീഷിൻ്റെ ഭാര്യ. ആവശ്യം പറഞ്ഞ് ഇവിടെ പിന്നെ ജെന്നി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ വന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞേക്കണം, പാരൻസും ടീച്ചേഴ്സും തമ്മിൽ ഒരു ഇത് വേണം, അലയൻസ് വേണം, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ 2 തരത്തിലുള്ള വർത്തമാനം പറയണത് എന്താണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ജെന്നിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ജെന്നിയെ കണ്ടില്ല. അങ്ങനെയാണ് മറ്റേ വിനോദ് സാറിനോട് എന്ന് പറഞ്ഞ് സാറേ ഇന്ന പോലെയാണ് കാര്യം, ആ പരിപാടി നടക്കത്തില്ല എന്ന്. അപ്പോഴാണ് മറ്റേ ബിജു സാറാണ് പറഞ്ഞത് ഇന്ന പോലെ പ്രണവ് സ്വാമിയാണ് അത് ഇത് പറഞ്ഞേക്കുന്നതെന്ന്. പ്രണവ് സ്വാമിയാണ് അവിടെ പരിപാടി നടത്തിയെന്ന്. ഞാൻ തന്നെ അപ്പൊ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാമിനെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്വാമിനെ ഞാൻ വിളിച്ചോളാം. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് എന്തെല്ലാം വഴിയുണ്ട് സ്വാമി. ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാമിക്ക് എന്നെ കുറിച്ച് അറിയാൻ മേലായിട്ടാണ്. പക്ഷെ എൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരാളോട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവര് അത് വേറൊരു തരത്തിൽ പറഞ്ഞു. അല്ലല്ല സ്വാമിയുടെ കാര്യം അല്ല, ഇവിടെ കൃപാചരി അല്ല, ഇവിടെ സ്വാമി +2-ൻ്റെതാണെന്നും പറഞ്ഞ അല്ല ഞാൻ ഉദ്ദേശിച്ചതാണ്. സ്വാമി അല്ല ഞാൻ പറയട്ടെ എല്ലാ കാര്യവും സ്വാമിയുടെ ഒന്ന് പറയാൻ പറ്റും. പിന്നെ അവരെ അല്ല നിസ്സാരം, എനിക്കിത് നിസ്സാരമായ എന്ത് മനസ്സിലായി. അവരൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ നീ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവരെന്താണ് മര്യാദ പറയണം. പിന്നെ അല്ല വൃക്ഷത്തെ നടന്നൊരു പരിപാടിയാണ് അത്. പിന്നെ എപ്പോഴും ഉണ്ടാവുന്നതല്ല. സ്വാമി അത് സ്പെഷ്യലായിട്ട് പിന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ച പരിപാടിയാണെന്ന് പറയണ്ടേ. ഇതങ്ങനെയല്ല പറഞ്ഞത്. അത് പറയാൻ അറിഞ്ഞൂടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ഞാൻ ഇന്ന് തന്നെ ഓർഡർ കൊടുക്കാം. ടീച്ചർമാരെ ഇല്ല അച്ഛനന്മാരാര് വന്നാലും അച്ഛനന്മാരെ ഓഫീസിലിരുത്തുക, അതിന് സ്ഥലം വയ്ക്കുക, അവിടെ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പ്രിൻസിപ്പൽ AO അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പൽ മറ്റേ അതിലൂടെ വീട്ടിൽ അപ്പം നമുക്കൊരു കാര്യം നല്ലൊരു പോയില്ല. പിന്നെ മറ്റേ രാധമനുഷ്യൻ അവരൊക്കെ നല്ല ഡീലില്ല. സാറാണ് അവിടെ ഏവോടെ പ്രോഗ്രാം ശരിക്കും ഇതല്ല വരുന്നത്. വേറെ വെക്കാൻ പാടില്ലേ? നല്ല ശ്രമിക്കുന്നുണ്ട്. ചെടി ഇടുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ആ കാര്യം മനസ്സിലാവും. അസംബ്ലി എന്ന് അല്ല ഞാനോടത്തേത് സ്ഥിരമായിട്ട് അവിടെ ഒരു സംവിധാനമാണെന്നുള്ള ഒരിക്കലും ഇല്ലല്ലോ. അല്ല അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അവർ ഉത്തരവാദിത്തം ഇല്ല. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? നമ്മളെ ഇങ്ങോട്ട് പണിയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഞാനെന്താ എന്നോട് മോളിൽ നിന്നുള്ള അവിടെ നിന്നുള്ള നിർദ്ദേശം സ്കൂളിനെ മാറ്റിയെടുത്തേ പറ്റും. നമ്മളെ ഗുരു ഏറ്റവും അടുത്ത് ആഗ്രഹിച്ച ഗുരു കൂടെ നിർത്തിയെന്ന് കിടക്കുന്നത് അറിയാലോ. ഈ ഹാളിൽ തൊട്ടിപ്പുറത്തെ പിള്ളേരുടെ വളർത്തിയത് ആ പിള്ളേരെല്ലാം ഇന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് വന്നിട്ടുണ്ട്. ഹലോ അല്ല അദ്ദേഹത്തോട് ടൈപ്പ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഇവിടെ പിന്നെ +2 സ്കൂളിൽ അല്ല 10th സ്കൂളിലോ +2 സ്കൂളിലോ പോയി ടൈപ്പ് ചെയ്ത് ഫയലാക്കാൻ പറയണം. ആര് പറഞ്ഞു മലയാളിലാണ്? അല്ലെങ്കിൽ OS ഓഫീസ് മലയാളമുണ്ട്, അയാളോട് OS ഓഫീസിൽ ഒന്ന് ടൈപ്പ് ചെയ്യിച്ചിട്ട് കൊണ്ടാൻ പറ. സ്റ്റാമ്പസിലെ കയ്യിലെടുത്താൽ ഇവിടെ മീറ്റിംഗ് കൊടുക്കുന്നില്ല. ഇത് അതാരെ പ്രതിബന്ധിക്കില്ലേ? ഇവിടെ കൊടുക്കുന്നില്ലേ? അവരെ ഇന്ന് വിളിച്ചേ ഞാൻ ഭയങ്കര സോറി പറഞ്ഞില്ല. പിന്നെ ഇന്നലെ നോക്കി കുഴപ്പമില്ല. എന്താ മറ്റേ നമുക്ക് പോവാം. അവിടെ മാറ്റാം. അവിടെ ഇല്ലെന്നോ? അല്ല സാധനങ്ങൾ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു. ഞാൻ പോയി ഗ്രൗണ്ടിൽ പോയി നിന്ന് അവിടെ ഫുട്ബോൾ മാത്രം കളിക്കാൻ കഴിയുക. അതൊക്കെ നെറ്റ് കിട്ടിയതിന് ശേഷം ഇന്നലെ സെക്യൂരിറ്റി ആയിട്ട് അപ്പം മറ്റേ ടെമ്പററി അല്ല ഞാൻ സ്വാമി ഇനി 3 ദിവസം വരുള്ളൂ. ടെമ്പററി സാർ ടെമ്പററി. ഞാനേതെങ്കിലും ബ്രാഞ്ച് പിടിക്കാൻ ഞാൻ പോകട്ടെ. സോറി ഒരു മീറ്റിംഗ് കഴിഞ്ഞ
ബ്രാഞ്ച് പിടിക്കാൻ ഏത് ബ്രാഞ്ച്? ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കൊടൈക്കനാല എവിടെ? കമ്പത്താ? അവിടെ പുതിയ കെട്ടുണ്ടേ? ഉണ്ടോ? എന്നിട്ടാണ് സ്വാമി ഇപ്പൊ പറഞ്ഞതിന് കടക വരുന്നതാണ്. 6 മാസം കഴിയട്ടെ. 6 മാസം അതിപ്പോ പോയി നോക്കാം. ഇപ്പോൾ അങ്ങോട്ട് പോവാം. ഞാൻ ഇവിടെ പറയാം. ഇവിടെ വിളിക്കാം. ഇവിടെ ഞാൻ ഇവിടെ വരാം. ഏടാ വിളിച്ചാൽ മതി. ഹായ്, എന്തുണ്ട്? പ്രണവ് സ്വാമിയായിട്ട് 2 ഓടക്കാരും. പ്രണവ് സ്വാമി ഉടക്കിയതല്ല. ഇന്നലെ കൊച്ചിരുന്നപ്പോഴത്തേക്ക് ഒരു കൊച്ച്. ഒരു മിനിറ്റ്. ആ മനു, ആ ഇല്ലടാ ഇന്നലെ പോയില്ല. ഞാൻ പോയില്ല. പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ. ഇന്നലെ ഞാൻ പോയില്ല. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചർച്ചകൾ തന്നെ ചർച്ചകൾ. ഞാൻ ഇപ്പോൾ വിളിക്കാം. തിരിച്ച് വിളിക്കാം. ആ സെൻട്രൽ സെൻറ്റർ വിളിക്കാൻ. എന്തായാലും മുടക്കിയെന്നില്ല. അത് ഇന്നലെ മറ്റേ ഒരു കൊച്ച് പെൻസിൽ വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു ഇരുന്നപ്പോൾ വെച്ച് തന്നെ. അപ്പോൾ അത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ അവർ അസംബ്ലി നടത്തുന്നത് മറ്റേ അവിടെയാണല്ലോ, ഗ്രൗണ്ടിലാണല്ലോ. അപ്പോൾ മഴ നനഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറിനോട് നിന്ന് പറഞ്ഞു അത് പരിപാടി പറ്റിയിട്ടാണ്. മറ്റേത് പിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ്. ഈ മഴ നനഞ്ഞ് കഴിഞ്ഞാൽ അവന് പനി പിടിക്കും. ഇന്നിപ്പോൾ പനിയായി. പിന്നെ ആ കാലും മുറി നടക്കാനും പറ്റില്ല. അപ്പോൾ അത് ഞാൻ വന്ന് പറഞ്ഞു. ടീച്ചർമാർ ഉടനെ സ്വാമിനെ വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ ഞാൻ വന്ന് ഉച്ചപ്പോഴുണ്ടായി. ആ പുള്ളി വിളിച്ച് ഞാനും പുള്ളിയായിട്ട് ഉടക്കായി. അത് പുള്ളി തന്നെ വിളിച്ചു. പുള്ളി പറഞ്ഞ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാമോ ഇങ്ങനെ പറയാം. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം പിന്നെ ഞാനല്ല പിന്നെ നാട്ടുകാരാണെന്ന് പറഞ്ഞു. നമ്മുടെ കൊച്ചിനൊരു ആരോഗ്യ പ്രശ്നമുണ്ട് നമ്മളല്ലേ പറയണ്ടത് അല്ലേ? അപ്പോൾ പിള്ളേരെ അങ്ങനെയല്ല വളർത്തേണ്ടത്, ഇങ്ങനെയാണ്. പിന്നെ സ്വാമി പിന്നെ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞാലുള്ള ഒരു ഇതാണല്ലോ. നേരിട്ടുണ്ടോ? നേരിട്ടുണ്ടോ ഉടക്കായ? ആരോട്ട്? ഫോണിൽ കൂടെ നേരിട്ടോ? അല്ല, ആദ്യം ഫോണിൽ കൂടെ ഉടക്കാം ചോദിച്ചായി. പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ സ്വാമി ഇവിടെന്ന് ചോദിച്ചപ്പോൾ ഇതുണ്ടെന്ന് പറയും. അപ്പോൾ നേരിട്ടുണ്ട് അടിയുണ്ടാക്കല്ലെന്ന് ചോദിച്ചു. പുള്ളി ഒതുങ്ങിക്കണം. നല്ല രീതിയിലൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ നോക്കണേ. അപ്പോൾ ഈ സാറന്മാരുടെയൊക്കെ പ്രവർത്തന ശൈലിയുടെ ഇതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, സംഭവിച്ചു. ഈ നാളെ മുതൽ ഇങ്ങനെ കൊണ്ട് അവിടെ കൊണ്ട് അസംബ്ലി നിർത്താൻ പറ്റും. നിർത്തി ഗ്രൗണ്ടിൽ നല്ല മഴയത്ത് അത്രയും പിള്ളേരെ കൊണ്ട് നിർത്തും. മഴ പെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും എന്ന് പറയാം. അസംബ്ലി നടത്തി വരുന്നല്ലേ? അല്ല, അത് വേറെ പരിപാടി തന്നെ അവിടെ അറേഞ്ച് ചെയ്തതാണ്. വൃക്ഷത്തൈ നടലി പരിപാടി അറേഞ്ച് ചെയ്തത്. ഇത് പറഞ്ഞാൽ പോരെ അവർക്ക്. ഇന്നലെ മാത്രം ഒരു പരിപാടി അറേഞ്ച് ചെയ്താണെന്ന് പറഞ്ഞാൽ പോരെ ടീച്ചർമാർക്ക്. അപ്പോൾ സ്വാമിയാണ് അത് ഇത് ചെയ്തത്, മോണിറ്റർ ചെയ്തത്. അപ്പോൾ സ്വാമി അത് വൃക്ഷത്തൈ നടലി ഇവിടെ നടാൻ പറ്റില്ല, അവിടെ നട്ടതാണ്. അതങ്ങനെ സംഭവിച്ചു പോയി. ഇനി ഉണ്ടാവില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞ് അസംബ്ലി പറഞ്ഞെന്ന് പറയാൻ പ്രശ്നം തീർന്നു. നമ്മുടെ ആ സംശയം മാറി. പിന്നെ ആ കൊച്ചിൻ്റെ അവർ പറഞ്ഞു ഇവിടെയല്ല കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഓഫീസിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പ്രണവ് സ്വാമിയാണ് നടത്തിയത്. പ്രണവ് സ്വാമിനെ വിളിക്കും, ആനയാണ് ഞാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ക്ലിയർ ചെയ്തു.